ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സോണിയുടെ ഒരു 32 ഇഞ്ച് ടി വിയാണ്. അതിൻ്റെ കളർ ചേഞ്ചാണ് കംപ്ലൈൻറ്റ്. ഇതേ കംപ്ലൈൻറ്റ് നമ്മൾ നേരത്തെ ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്. എന്നാലും ഒരു വീഡിയോ എടുക്കുകയാണ്. ഇത് മോഡൽ നമ്പർ വ്യത്യാസമുണ്ട്. അതിൻ്റെ സ്ക്രൂ എല്ലാം നമ്മൾ അഴിച്ചു. 32R302D ആണ് സെറ്റ്. ചില മോയ്സ്ചറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഇച്ചിരി തുരുമ്പൊക്കെ വന്നിട്ടുണ്ട്. ഇത് പല പ്രശ്നങ്ങൾ കൊണ്ട് ഈ ഇത് വരാറുണ്ട്. ആ ഒരു ഓപ്പണർ ഇഞ്ഞെടുത്തേ. മതി എടുത്തോ. ലെൻസ് കൂടെ ഞാൻ എടുത്ത് മരം അഴിച്ചിട്ടൊക്കെ ഉണ്ട്, പണിതിട്ടൊക്കെ ഉണ്ട്. മീറ്റർ ഞാൻ നമുക്ക് മീറ്റർ നോക്കാം. അയണിങ് എടുത്ത് അയൺ മാത്രമേ ചെന്നാൽ മതി. ഇവിടെ ഒരു ഡിസ്ക് കംപ്ലൈൻ്റ് ഉണ്ട്. ആ ഡിസ്ക് ഞാൻ അയൺ വെച്ച് എടുത്ത് കളയുകയാണ്. പക്ഷെ നമ്മൾ കളഞ്ഞാലും അവിടെ പകരം ഡിസ്ക് ഇടണം. ഓക്കെ ആയി കാണും. ഒരു അഡാപ്റ്റർ ഇഞ്ഞെടുത്ത് അഡാപ്റ്റർ ജ്യൂസർ എന്നാ കിടന്നു പോട്ടെ. ഇപ്പം അതിൻ്റെ ഒരു മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, എല്ലാവർക്കും അറിയാം, ടെക്നീഷ്യന്മാർക്കൊക്കെ അറിയാം. അതിലേക്ക് ഞാൻ പോകാതെ അത്യാവശ്യം ഒരു ചെറിയ വർക്ക് ചെയ്ത് ഞാൻ നിർത്തുകയാണ്. അത് ശരിയായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ, കറക്റ്റ് സാധനം കിട്ടിയതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ കുറേ നാളൂടെ ഓടും. ലാസ്റ്റ് സ്റ്റേജ് നമ്മൾ അറ്റ കൈ ചെയ്താൽ മതി. അറ്റ കൈക്ക് ഞാൻ പോയിട്ടില്ല. ചാടിക്കറി ആദ്യമേ അറ്റ കൈ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. അപ്പം ഫസ്റ്റ് സ്റ്റേജ് ഞാൻ ചെയ്തിട്ടുണ്ട്.
അത് നിന്നില്ല നമുക്ക് അടുത്ത സ്റ്റെപ്പ് അറ്റാക്ക് ചെയ്യാം. റിമോട്ട് തന്നെ സോണിയുടെ റിമോട്ട്. ഇപ്പോൾ കുഴപ്പമില്ല. ഓക്കെ, കേട്ടോ ജിൻസി. വിടാൻ സമയമില്ല, വർക്കുകൾ ഇരിക്കുന്നു, ആൾക്കാർ എന്നെ വിളിച്ചോണ്ടിരിക്കുന്നു. സ്ക്രൂ ഇടാൻ സമയം പോകുന്നതാണ് നാട്ടുകാരിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. സ്ക്രൂ ഇടാനുള്ള താമസമാണ്. ഇനി സ്ക്രൂ ഒന്നും ഇല്ല, അധികം സ്ക്രൂ ഒന്നും ഇല്ല, 2-3 ഉള്ളൂ. ഒരു സ്ക്രൂ മാറിയാണോ വന്നിരിക്കുന്നത്? അത് ഇവിടുത്തെ. അവിടുത്തെ അത് അതിൻ്റെ ഒറിജിനൽ സ്ക്രൂ അല്ലല്ലോ, അപ്പോൾ അഴിച്ചാരോ ചെയ്തതാ. ഇപ്പോൾ തക്കാലം അത് വാങ്ങിയിട്ട് തൃപ്തിപ്പെടും. അതായത് വന്ന സ്ക്രൂ, എല്ലാ സ്ക്രൂ ഉണ്ടല്ലോ. അപ്പോൾ നിസ്സാരമായിട്ട് ഈ വർക്ക് തീർന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇതിങ്ങനെ ഓടിക്കോളും. ഇത് സ്റ്റാൻഡിൻ്റെ അല്ല, സ്റ്റാൻഡിൻ്റെ പുറത്ത് എല്ലായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് പറഞ്ഞത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ.